എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 കറികളാണ്. നമ്മുടെ ചോറിന് കൂടെ സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഒരു അരമണിക്കൂറിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 2 കറികളാണ്. ഒരു 10 മിനിറ്റിൽ റെഡിയാവുന്ന ക്യാരറ്റും ബീട്രൂട്ടും തോരനും പച്ചമാങ്ങയും ചെമ്മീനും കൂടി ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം. തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു 150 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ വേവിക്കാനുള്ള കാലത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ പച്ചമാങ്ങ ചേർക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന അളവിൽ വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു പകുതിയുടെ കൂടുതലാണ് ഈ ഒരു കറിയിൽ ചേർത്തിട്ടുള്ളത്. മുഴുവനായിട്ട് മാങ്ങ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കാം. ഒരു 3 മുതൽ 4-5 വരെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിൻ്റെ പാകം അനുസരിച്ച് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായി വേവിച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുത്താൽ ഇന്ന് അത്യാവശ്യം നന്നായി വെന്ത് കിട്ടും. തൊലി ചെത്തി വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായി അരിഞ്ഞെടുക്കുകയോ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തതിലേക്ക് 2-3 പച്ചമുളക്, 4-5 ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, 2-3 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഒരുമിച്ചങ്ങ് തിരുമ്മി മാറ്റി വയ്ക്കാം. ചെമ്മീനിലേക്കുള്ള തേങ്ങ തയ്യാറാക്കാൻ വേണ്ടി ഒരു 2 കൈപ്പിടി തേങ്ങ. ഒരുപാട് തേങ്ങ അരക്കുന്ന അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി 2-3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്തൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ചെമ്മീനും മാങ്ങയും നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണത് നല്ലതായിരിക്കും. അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചൊഴിക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു കറി. കൂടെയുള്ള ബീട്രൂട്ട് തോരന് വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തുറന്ന് തന്നെ വെച്ച് കൊടുക്കുക. ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് കൊടുത്താൽ അതിലേക്ക് നന്നായി ചൂട് കയറി കിട്ടും. ആ ഒരു സമയത്തും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ച് നന്നായി ചൂടായി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ചിരവിയ തേങ്ങയാണ്. ഏകദേശം ഒരു 2 പിടി തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കും തോറും തോരന് ടേസ്റ്റ് കൂടും. അപ്പോൾ അത്യാവശ്യം ചെറിയതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ക്യാരറ്റിനും ബീട്രൂട്ടിനൊന്നും ഒരുപാട് വേവൊന്നുമില്ല. പിന്നെ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്നതിനെക്കാട്ടും ഈ ഒരു രീതിയിലെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. 2 കറിയും പെട്ടെന്ന് തന്നെ ആവും. അരമണിക്കൂറിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. സൈഡിലൊരു അച്ചാറോ പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.